കോവിഡ് കാലത്തെ ബ്രേക്ക് ചെയിൻ പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ ഡയറക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശയും നൽകിയിട്ടുണ്ട്. ബ്രേക്ക് ദി ചെയിൻ പദ്ധതി നടത്തിപ്പിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് റിപ്പോർട്ട്. 4.89 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവായത്. വീഡിയോ കോൺഫറൻസ് മുറിയുടെ നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ട് എന്നും അഷീൽ നടത്തിയ പർച്ചേസുകൾ ടെൻഡർ നടപടികൾ പാലിക്കാതെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 19.64 ലക്ഷം രൂപ ചിലവിട്ടാണ് KSSM കോൺഫറൻസ് ഹാൾ നവീകരിച്ചത്. ജില്ലാ കോർഡിനേറ്റർമാർക്ക് 44.63 ലക്ഷം അഡ്വാൻസ് നൽകിയതിലും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. സാമൂഹ്യ സുരക്ഷാ മിഷന് കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് ലഭിച്ചോ എന്നതും പരിശോധിക്കും. സാനിറ്റൈസർ ഉൽപ്പാദനത്തിന് സർക്കാർ അനുമതിയില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ ജയിൽ വകുപ്പിന് ഉൽപ്പാദന അനുമതി നൽകിയിട്ടുണ്ട്. GST രേഖപ്പെടുത്താതെ കൈകൊണ്ടെഴുതിയ രേഖകളാണ് ഭൂരിഭാഗവും. ഓഡിറ്റിംഗ് നടത്തിയെന്നാണ് ഡോക്ടർ അഷീലിന്റെ മറുപടി. അഷീലിന്റെ മറുപടിയിൽ പലതിലും രേഖകൾ ഹാജരാക്കിയിട്ടില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അഷീൽ. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ അഷീലിനെ പയ്യന്നൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റി. പിന്നീട് ഡൽഹിയിൽ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായും പ്രവർത്തിച്ചു. KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് PPE കിറ്റ് വാങ്ങിയതടക്കമുള്ള വിഷയങ്ങളിൽ ക്രമക്കേട് ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞ 10 വർഷം ആരോഗ്യവകുപ്പിൽ നടന്ന പർച്ചേസ് വിവരങ്ങൾ പരിശോധിക്കാൻ ആരോഗ്യമന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് പുരോഗമിക്കുന്നതിനിടെയാണ് അഷീലിനെതിരായ റിപ്പോർട്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.